നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. ഒമാനിൽ പ്രവാസി സ്ത്രീകളെ അപമാനിക്കുകയും മോഷണം നടത്തുകയും ചെയ്ത സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. ദുരുപയോഗം, മോഷണം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പ്രതികളെ പിടികൂടിയത്. ഏഷ്യക്കാരായ 3 പ്രവാസി സ്ത്രീകളാണ് മോഷണത്തിനും മറ്റും ഇരയായത്. പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. കുവൈറ്റിലെ പൊതുമാപ്പ് ഈ മാസം 30-ന് അവസാനിക്കും. നേരത്തെ 3 മാസത്തേക്ക് പ്രഖ്യാപിച്ച പൊതുമാപ്പ് കാലാവധി ജൂൺ 17-ന് അവസാനിക്കേണ്ടതായിരുന്നുവെങ്കിലും അവസാന നിമിഷം ജൂൺ 30-ലേക്ക് മാറ്റുകയായിരുന്നു. ഇനി അനധികൃത താമസക്കാർക്കെതിരെ റെയ്ഡുകൾ ശക്തമാക്കുമെന്നാണ് അധികൃതരുടെ അറിയിപ്പ്. കഴിഞ്ഞ റമദാൻ പ്രമാണിച്ചാണ് മാർച്ച് 17 മുതൽ ജൂൺ 17 വരെ ആഭ്യന്തര മന്ത്രാലയം പ്രവാസികൾക്ക് പൊതുമാപ്പ് അനുവദിച്ചത്. മദ്യക്കുപ്പിയിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കറുകളുടെ വൻ ശേഖരവുമായി സൗദിയിലെ അബഹ വിമാനത്താവളത്തിൽ പിടിയിലായ മലയാളി ഫുട്ബോൾ താരത്തിന് ജാമ്യം ലഭിച്ചു. കൊണ്ടോട്ടി വാഴക്കാട് സ്വദേശിയായ കളിക്കാരനാണ് ജാമ്യം ലഭിച്ചത്. അബഹയിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ കളിക്കാരനിൽ നിന്നാണ് വലിയ അളവിൽ മദ്യ സ്റ്റിക്കറുകൾ ലഭിച്ചത്. തുടർന്ന് ഇയാളെ പോലീസിന് കൈമാറി അന്വേഷണം നടന്നു വരികയായിരുന്നു. UAE-ലെ ചൂട് ശക്തമാകുന്നു. 50 സെൽഷ്യസ് പിന്നിട്ടിരിക്കുകയാണ് താപനില. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് അൽ ഷവോ മേഖലയിൽ 50.6 ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത്. അൽ-ഐൻ അസിമുലിൽ 50.3 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. ഓഗസ്റ്റ് അവസാനം വരെ താപനില വർദ്ധിക്കാമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. ഉയർന്ന താപനിലയ്ക്കൊപ്പം ഈർപ്പത്തിന്റെ അളവ് 90% ഉയർന്നേക്കാം. കടുത്ത പൊടിക്കാറ്റിനും സാധ്യതയുണ്ട്. നാട്ടിൽ നിന്ന് ഹജ്ജിനെത്തിയ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ മക്കയിലെത്തിയ മലയാളി മരിച്ചു. ഹായിലിൽ ബക്കാല നടത്തുന്ന കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി അഷ്റഫാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. 47 വയസ്സായിരുന്നു. നാട്ടിൽ നിന്നും ഹജ്ജിനെത്തിയ കുടുംബാംഗങ്ങളെ കാണാൻ ഹായിലിൽ നിന്ന് സകുടുംബം കഴിഞ്ഞ ദിവസം മക്കയിലെത്തിയതായിരുന്നു. അവിടെ വെച്ച് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. മൃതദേഹം മക്കയിൽ തന്നെ കബറടക്കും. ഗാർഹിക വിസയിൽ കുവൈത്തിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ വിസയിലേക്ക് മാറാൻ താൽക്കാലിക അവസരം. വിസ മാറ്റത്തിന് നിലവിലുണ്ടായിരുന്ന നിരോധനത്തിൽ 2 മാസത്തെ ഇളവ് നൽകാൻ 1-ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് നിർദ്ദേശം നൽകി. രാജ്യത്തെ തൊഴിൽ വിപണി ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. വീട്ടുജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ പ്രവാസികൾക്ക് തൊഴിൽ വിസയിലേക്ക് മാറാൻ ഇനി സാധിക്കും. കൊല്ലം സ്വദേശി ദുബായിൽ വാഹനാപകടത്തിൽ മരിച്ചു. ശൂരനാട് വടക്ക് ആനയടി വയ്യാങ്കര ചന്ദ്രാലയത്തിൽ ചന്ദ്രൻ പിള്ളയുടെയും രാജലക്ഷ്മിയുടെയും മകൻ പ്രദീപാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. അലൂമിനിയം ഫാബ്രിക്കേറ്ററായ പ്രദീപ് 3 മാസം മുൻപാണ് നാട്ടിലെത്തി മടങ്ങിയത്. ഭാര്യ രശ്മി, മക്കൾ കാർത്തിക്, ആദി. ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്യനെയർ നറുക്കെടുപ്പിൽ $10 ലക്ഷം സ്വന്തമാക്കി ഇന്ത്യൻ പ്രവാസി. അബുദാബിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ഖാലിദ് നായിക് മുഹമ്മദ് എന്ന 48-കാരനാണ് വൻതുക സമ്മാനം നേടിയത്. 3813 എന്ന ടിക്കറ്റിനാണ് സമ്മാനം. 2012 മുതൽ UAE തലസ്ഥാനത്ത് താമസിച്ചു വരികയാണ് ഖാലിദ്. അബുദാബി ഖലീഫ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായും ജോലി ചെയ്യുന്നുണ്ട്. UAE-യിൽ കാട്ടുപക്ഷികളെ ഉപദ്രവിച്ചാൽ പിഴയും തടവും ശിക്ഷ. 2000 മുതൽ 20,000 ദിർഹം വരെ പിഴയും തടവും ലഭിക്കുമെന്നാണ് അബുദാബി പരിസ്ഥിതി ഏജൻസി അധികൃതരുടെ മുന്നറിയിപ്പ്. 1999 ഫെഡറൽ നിയമം 24 പ്രകാരം രാജ്യത്ത് കാട്ടുപക്ഷികളെ വേട്ടയാടാനോ പിടികൂടാനോ ഉപദ്രവിക്കാനോ പാടില്ല. ഇവയുടെ മുട്ടകൾ ശേഖരിക്കുന്നതും നിയമവിരുദ്ധമാണ്. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള 2ാമത്തെ നഗരമായി മാറി മസ്കറ്റ്. നമ്പിയ മലിനീകരണ സൂചിക പ്രകാരമാണ് ഒമാൻ തലസ്ഥാനം ആദ്യ സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചത്. സിംഗപ്പൂരിനാണ് 1-ാം സ്ഥാനം. വായു, ജലമലിനീകരണം, മാലിന്യ നിർമ്മാർജ്ജനം, ശുചിത്വ സ്ഥിതികൾ, പ്രകാശ, ശബ്ദ മലിനീകരണം, ഹരിത മേഖലകൾ എന്നിങ്ങനെ മലിനീകരണവുമായി ബന്ധപ്പെട്ട സൂചികകളെ അടിസ്ഥാനമാക്കിയാണ് നമ്പിയ പട്ടിക തയ്യാറാക്കിയത്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.